ഹായ്, നമ്മുടെ എല്ലാവരുടെ ഫോണിലും അടിയന്തരമായി ഓൺ ചെയ്യേണ്ട ഒരു സെറ്റിംഗ്സ് ആണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അതെ, നമ്മുടെ ഫോണിലെ ഈ ഒരു സെറ്റിംഗ്സ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോറേജ് ഒരുപാട് ലാഭിക്കാനായിട്ട് സാധിക്കും. അതിലും പ്രധാനമായ ഒരു കാര്യം, നമ്മുടെ ഫോണിൽ ഒരുപാട് ആപ്ലിക്കേഷൻ ഉണ്ട്. ഇപ്പൊ എൻ്റെ ഫോണിൽ ഏകദേശം 227ഓളം ആപ്ലിക്കേഷനുകൾ ഉണ്ട്. ഇതിൽ ഞാൻ ഉപയോഗിക്കുന്നത് 7-8 ആപ്ലിക്കേഷൻ മാത്രമാണ്. മറ്റുള്ള ആപ്ലിക്കേഷൻ എല്ലാം ഡീഫോൾട്ട് ആയിട്ട് ഫോണിലുള്ള ആപ്ലിക്കേഷനും എപ്പോഴെങ്കിലും ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനുമാണ്. എന്നാൽ നമ്മൾ ഉപയോഗിക്കാത്ത ഇത്തരം ആപ്ലിക്കേഷനുകൾ നമ്മുടെ ഫോണിൽ നിന്ന് ഡാറ്റകൾ എടുത്തുകൊണ്ടേയിരിക്കും. മാത്രമല്ല ബാക്ക്ഗ്രൗണ്ടിൽ റൺ ആയിക്കൊണ്ടേയിരിക്കും. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിലെ സ്റ്റോറേജ് കുറയുകയും നമ്മൾ മൊബൈൽ ഡാറ്റ ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ഡാറ്റ ഇവർ ശേഖരിച്ചു വെക്കുകയും നമ്മുടെ MB കുറയുകയും ചെയ്യും. മാത്രമല്ല ഫോണിന്റെ പെർഫോമൻസിനെ തന്നെ ബാധിക്കും. എന്നാൽ ഈ ഒരു സെറ്റിംഗ്സ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കാത്ത ആപ്ലിക്കേഷന്റെ ഡാറ്റ അവർ ശേഖരിക്കാതിരിക്കുകയും ഇതുവഴി നമ്മുടെ ഫോണിലെ സ്റ്റോറേജ് ലാഭിക്കുകയും ചെയ്യാനായിട്ട് സാധിക്കും. ആ സെറ്റിംഗ്സ് എന്താണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അപ്പൊ ഈ വീഡിയോ മാക്സിമം ഫുള്ളായി കാണാൻ ശ്രമിക്കുക. മാത്രമല്ല ഇതുപോലെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടെക്നോളജി വീഡിയോകൾ ലഭിക്കാനായി ജാഫർ പൊന്നാനി എന്ന ഈ ഒരു ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും എല്ലാ കൂട്ടുകാരും ഫോളോ ചെയ്യുക. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോവാം. നിങ്ങളുടെ ഫോൺ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. ഗൂഗിളിൽ news-article.online എന്ന് സെർച്ച് ചെയ്യുക. ഒരു പക്ഷേ നിങ്ങൾ news-article.online എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ സ്പേസ് ഇട്ടിട്ടൊക്കെ ആവും സെർച്ച് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ സെർച്ച് ചെയ്യരുത്. നിങ്ങൾക്ക് സ്ക്രീനിലും എഴുതി കാണിക്കുന്നുണ്ട്. ഈ സ്പേസ് ഒഴിവാക്കി ഒട്ടും സ്പേസ് ഇടാതെ news-article.online എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് ഒരു വെബ്സൈറ്റിലേക്ക് പോകും. ഇവിടെ നിങ്ങൾ കാണാം ആയുഷ്മാൻ ഭാരത് എന്നുള്ളൊരു പോസ്റ്റ് നിങ്ങൾ കാണാൻ സാധിക്കും. ആയുഷ്മാൻ ഭാരത് എന്നാൽ കേന്ദ്ര സർക്കാരിൻ്റെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ്. നമുക്ക് ഒരുപാട് ഹോസ്പിറ്റലുകൾ 5 ലക്ഷം രൂപ നമുക്ക് ഇൻഷുറൻസ് ലഭിക്കുന്നൊരു പദ്ധതിയാണ്. മാത്രമല്ല ഈ ഒരു പോസ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ആയുഷ്മാൻ കാർഡ് എടുക്കേണ്ടത് എങ്ങനെയാണെന്നൊക്കെ കാണിക്കുന്നുണ്ട്. മാത്രമല്ല വേൾഡ് കപ്പ് ക്രിക്കറ്റ് കാണിക്കേണ്ടത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ISL മലയാളം കമൻട്രിയിൽ കാണാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ഓഫർ ഗ്രൂപ്പ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫ്ലിപ്കാർട്ടിലും ആമസോണിലും വരുന്ന പ്രൊഡക്റ്റുകളെല്ലാം വളരെ തുച്ഛമായ ഓഫറുകൾ കൊടുക്കുന്ന സംഭവങ്ങളൊക്കെ ഇതിൽ കൊടുക്കാൻ കാണാൻ സാധിക്കും. വളരെ തുച്ഛമായതാണ്. ഏകദേശം 999 രൂപയുടെ ഈ ഒരു ഷൂ വെറും കൊടുക്കുന്നത് 179 രൂപക്കാണ്. 4 സ്റ്റാർ റേറ്റിംഗ് ഉണ്ട്. 47,720 ആളുകൾ തന്നെ ഈ ഒരു ഷൂവിന് റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. 47,720 അത്രത്തോളം മികച്ച ഓഫറുകളിൽ നിങ്ങൾക്ക് സാധനങ്ങൾ ഓൺലൈനിൽ പ്രൊഡക്റ്റുകൾ വാങ്ങാൻ താല്പര്യമുണ്ട് എങ്കിൽ news-article.online വന്ന് ഓഫർ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മതിയാവും. ഈ ഒരു സെറ്റിംഗ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഫോണിലെ ഡീഫോൾട്ട് സെറ്റിംഗ്സിലല്ല. നമ്മൾ ആപ്പുകളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്നത് പ്ലേ സ്റ്റോറിൽ നിന്നാണ്. അപ്പോൾ ഈ സെറ്റിംഗ്സ് വരുന്നത് പ്ലേ സ്റ്റോറിലാണ്. പ്ലേ സ്റ്റോറിൽ എവിടെയാണ് ഈ സെറ്റിംഗ്സ് എന്നുള്ളതൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. നമ്മുടെ ഏറ്റവും മുകളിൽ വലതുവശത്ത് നമ്മുടെ പ്രൊഫൈൽ ഐക്കൺ കാണാനായിട്ട് സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് നമുക്കിവിടെ സെറ്റിംഗ്സ് എന്ന് കാണാൻ സാധിക്കും. ഈ സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്യുക. സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ തന്നെ ജനറൽ എന്ന് കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആർക്കൈവ് ആപ്പ് എന്ന് കാണാൻ സാധിക്കും. ഇത് ഓൺ ചെയ്ത് വെക്കുക. ഇത് ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാലാണ് നമ്മൾ ഉപയോഗിക്കാത്ത ആപ്ലിക്കേഷൻ ബാക്ക്ഗ്രൗണ്ടിൽ വർക്കാകാതിരിക്കുകയും നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് മാത്രം വർക്കാവുകയുള്ളൂ. മാത്രമല്ല നമ്മുടെ ഡാറ്റകൾ ശേഖരിച്ച് വെക്കുകയുമില്ല. ഇവിടെ ഈ ലേൺ മോർ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വിശദമായിട്ട് ഫ്രീ അപ്പ് സ്പേസ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള കാര്യങ്ങൾ വിശദമായി എഴുതിയിട്ടുണ്ട്. നമ്മൾ ഫോൺ ഉപയോഗിക്കുമ്പോൾ ഡാറ്റയുടെ കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ ഇമ്പോർട്ടൻ്റ് കൊടുത്തിട്ട് ഒരുപാട് സംഭവങ്ങൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇത് വായിച്ച് നോക്കുക. എന്നിട്ട് തീർച്ചയായിട്ടും നിർബന്ധമായിട്ടും എല്ലാവരും ഈ ഒരു സെറ്റിംഗ്സ് ഇതേ കണ്ടില്ലേ, ഓപ്പൺ പ്ലേ സ്റ്റോർ ആപ്പ്, ഗോ ടു സെറ്റിംഗ്സ്, ജനറൽ, ടേൺ ഓഫ് ഓട്ടോമാറ്റിക്കലി ആർക്കൈവ് ആപ്പ് എന്നുള്ള ഓപ്ഷനാണ്. അപ്പോൾ ഇതെല്ലാവരും ഓഫ് ചെയ്ത് വെക്കുക. നിങ്ങളിത് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇംഗ്ലീഷ് വശമില്ലാത്തവർക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് അതിൻ്റെ മലയാളം മീനിങ്സ് മനസ്സിലാക്കാവുന്നതാണ്. ഇപ്പോൾ ഇത് ഞാൻ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഓൺ ചെയ്ത് വെച്ചതാണ്. ഇനിയിപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ, ഞാനിവിടെ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുകയാണ്. ഫോട്ടോ എഡിറ്റർ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആപ്പ് ഇൻഫോ എന്നുള്ള ഭാഗം കാണാൻ സാധിക്കും. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പെർമിഷൻ എന്നുള്ള ഈ സ്റ്റോറേജ് ക്യാഷ് എന്നുള്ള ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ ടോട്ടലായിട്ട് ഉപയോഗിക്കുന്നത് 74.93 MB ആണ്. ഇതിൽ ക്യാഷ് 324 KB മാത്രമേ ഉള്ളൂ. ആദ്യം നിങ്ങൾ ക്യാഷ് ക്ലിയർ ചെയ്യുക. ഒരു കാരണവശാലും ക്ലിയർ സ്റ്റോറേജോ ക്ലിയർ ഡാറ്റയോ ക്ലിയർ ചെയ്യരുത്. മാത്രമല്ല യൂസർ ഡാറ്റ എന്ന് പറയുന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ബാക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും താഴെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും
ആപ്പിൻ്റെ ആക്ടിവിറ്റി ഒക്കെ ഓഫായിട്ടാണ് ഇരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആക്ടിവിറ്റികളോ കാര്യങ്ങളോ ഒന്നും എടുക്കുകയില്ല. നമ്മളിതിൻ്റെ പെർമിഷനൊക്കെ ഇപ്പോൾ ഓഫായിട്ടുണ്ട്, കാരണം ആർക്കൈവ് ഓൺ ആയിരുന്നു. പക്ഷേ എന്ന് വെച്ചിട്ട് എനിക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത് കൊണ്ട് യാതൊരുവിധ പ്രശ്നവുമില്ല. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ ഡാറ്റകളും നമ്മുടെ ഫോണിൽ ഒരുപാട് പേയ്മെൻറ്റ് ആപ്ലിക്കേഷനിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് ഫോണിലെ പ്ലേ സ്റ്റോറിലെ ഈ ഒരു സെറ്റിങ്സ് നിർബന്ധമായിട്ടും ഓൺ ചെയ്ത് വെക്കുക. അപ്പോൾ ഇത്ര അറിവുകൾക്കായിട്ട് ഫോളോ ചെയ്യാൻ മറക്കണ്ട. നല്ലൊരു വീഡിയോയുമായി കാണാം. ബൈ.